മക്കളെ ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു JP അക്കാഡമി. ഇറ്റ്സ് മീ ജിഷ്ണു. നമ്മൾ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്താണെന്നൊക്കെ നമുക്കറിയാം, അതൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ പുതിയൊരു ഭാഗമാണെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ബാക്കിയായിട്ടുള്ള ഡെസിമൽ സ്ക്വയേഴ്സ് പറഞ്ഞൊരു ഭാഗമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് മക്കളെ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ തന്നെയാണ് നമ്മൾ എന്താ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയാം. നമ്പേഴ്സിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒക്കെ പോയിന്റ് ഉണ്ടെങ്കിൽ അത്തരം നമ്പേഴ്സിനെയാണ് നമ്മൾ എന്താ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയാ. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ എന്താ ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഒരുപാട് ഡെസിമൽ നമ്പേഴ്സും നമുക്കറിയാം. ഓർത്ത് വെക്കുക 5.8 അതേപോലെ 7.2 അതേപോലെ പോയിന്റ് വരുന്ന നമ്പേഴ്സിനൊക്കെ നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് എന്നാണ് നമ്മൾ പറയാറ്. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കണേ. ഈ 1+½ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 1ന്റെ കൂടെ ഹാഫ് കൂടി ചേർന്നാൽ എന്താ? 1.5 ആണ്. 1.5 ആണ്. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഹാഫിനെ നമ്മൾ ഈ ഒരു ഫ്രാക്ഷനെ നമ്മൾ ഡെസിമൽ ഫോമിൽ നമ്മൾ എങ്ങനെ പൊതുവെ എഴുതാറ്? ഡെസിമൽ ഫോമിൽ നമ്മൾ എങ്ങനെ എഴുതാല്? 0.5 അല്ലെ? 0.5 ആണ് നമ്മൾ 1/2 നമ്മൾ പൊതുവെ എഴുതാറ്. ഒരു ചുരുക്കിനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോയിന്റ് ഉണ്ട് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും അല്ലെ? ചുരുക്കിനും വേണ്ടിയിട്ടാ, അവിടെ പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെയാണെങ്കിൽ 1+½ 1.5 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ 1+0.5 നമ്മൾ എങ്ങനെ ചെയ്യും? 1+0.5 എങ്ങനെ ചെയ്യും? ആഡ് ചെയ്യും, കൂട്ടി അങ്ങോട്ട് വെക്കും അല്ലെ? കൂട്ടി അങ്ങോട്ട് വെക്കും. 1.5. ഓക്കെ, എങ്ങനെയാ? 1+½ എന്ന് പറഞ്ഞാൽ 0.5 ആണ് അല്ലേ? ഒരു ചുരുക്കിന് വേണ്ടിയിട്ട് 0 നമ്മൾ ഇട്ട് കൊടുക്കും, അവിടെ ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, പോയിന്റ് ഉണ്ടെന്ന് അറിയാം. ചേർത്ത് അങ്ങോട്ട് വെക്കും. 1.1 എഴുതി, പോയിന്റ് എഴുതി, 5 എഴുതി അല്ലേ? റെഡിയാണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2+0.5 നമ്മൾ എങ്ങനെ എഴുതണം? ചേർത്ത് വെക്കും. 2.5 എന്ന് പറയും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 3+0.6 നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതും? ചേർത്ത് വെക്കും. 3.06 എന്ന് എഴുതും. പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ 3.6 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം മക്കളെ? 3.6 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഈ 3.6 എന്ന് പറഞ്ഞാൽ ആരൊക്കെ കൂടിയിട്ടുള്ളതാണ്? ഈ 3+0.6 കൂടിയിട്ടുള്ളതാണ് ഈ 3.6 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3.6 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? അങ്ങോട്ട് എഴുതാൻ പറ്റുമെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് എഴുതാനും നമ്മൾ പറ്റണം. ഏതൊരു നമ്പറിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 17 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? 17 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 10+7 എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഡെസിമൽ നമ്പേഴ്സിനെയും നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ 2.5 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? അങ്ങോട്ട് എഴുതാൻ പറ്റുമെങ്കിൽ തിരിച്ചു എഴുതാനും നമുക്ക് പറ്റണം. അങ്ങനെയാണെങ്കിൽ 2.5 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 2+0.5 എന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഇവിടെ പോയിന്റ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ചുരുക്കിന് വേണ്ടിയിട്ട് നമ്മൾ 0 ഉൾപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഡെസിമൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ സ്ക്വയേഴ്സ് എങ്ങനെ കാണും എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗം തന്നെയാണ്. ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 13 രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേറെ ഏതുമല്ല, 8.7ന്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ 8.7ന്റെ സ്ക്വയറിന് നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8.7 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യൂടാ? 8+0.7 0.7 അല്ലേ? ഒരു ചുരുക്കിന് വേണ്ടിയിട്ട് ആരെയും കൂടിയിട്ട് കൊടുക്കും. പോയിന്റ് ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടും അതേപോലെ ചുരുക്കിന് വേണ്ടിയിട്ടും അവിടെ നമ്മൾ 0 കൂടി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ 8.7 നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? അങ്ങോട്ട് എഴുതാൻ പറ്റുന്നെങ്കിൽ തിരിച്ചും അതേപോലെ എഴുതാൻ നമുക്ക് എന്താ പറ്റണം. അങ്ങനെയാണെങ്കിൽ 8.7 നമ്മൾ 8+0.7 ഹോൾ സ്ക്വയർ എന്ന് എഴുതും. എഗെയിൻ നമ്മൾ പഴയ പരിപാടി വീണ്ടും നമ്മൾ ആരംഭിക്കും. എന്താ? ഇയാള് ഫസ്റ്റ് നമ്പർ, ഇയാള് രണ്ടാമത്തെ നമ്പർ, പഴയ പരിപാടി തന്നെയാണ്. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ഇയാള് ഫസ്റ്റ് നമ്പർ, ഇയാള് സെക്കൻഡ് നമ്പർ. അഗെയിൻ ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ഇനി 3 നമ്പേഴ്സിനെയും നമുക്ക് ഇഷ്ടമല്ല പോലെ നമ്മൾ എന്താ ഇൻറ്റു ചെയ്യും. 2 × 0.7 × 8 2 × 0.7 × 8. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയാലും യാതൊരു പ്രശ്നങ്ങളും ഇല്ല മക്കളെ. അഗെയിൻ പ്ലസ് അടുത്ത സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ, ഇതാണ് സെക്കൻഡ് നമ്പർ
അയാളുടെ ഹോൾ സ്ക്വയർ. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. ഓക്കെ മക്കളെ, 8ന്റെ സ്ക്വയർ എത്രയാണ്? 8ന്റെ സ്ക്വയർ എത്രയാണ്? 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണെന്ന് നമുക്കറിയാം. പ്ലസ് ഇവിടെ കുറച്ചധികം പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതൊന്നും ടെൻഷൻ അടിക്കണ്ട, കുറച്ച് സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു തരും. പോയിന്റുകൾ ഉണ്ട്, ഇവിടെ സീറോകളുണ്ട്, ഒരൊക്കെ നമ്മൾ ഒഴിവാക്കുക, തിരിച്ച് നമ്മൾ കൊണ്ടുവരും അല്ലേ? പോയിന്റിനൊക്കെ ഒഴിവാക്കുക. ഇതാ ഈ സീറോ നമ്മൾ വെറുതെ ചുമ്മാട്ടതാണ്, വെറുതെ ഒരു ആവശ്യമില്ലാതെ വെറുതെ ചൊറുക്കിന് വേണ്ടിയിട്ടാണെന്ന് നമുക്കറിയാം. ഓക്കെ, അത് വെറുതെ നമ്മൾ ഇട്ടതാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അയാളെ നമ്മൾ കൂട്ടേ വേണ്ട, കണക്കിനെ കൂട്ടില്ല. ഓനെ മൂപ്പരെ നമ്മൾ ഒഴിവാക്കി, മൂപ്പരില്ല. ഇവിടെ ഇപ്പൊ ഉള്ളത് തരാം. 2 ഉണ്ട്, 0.7 ഉണ്ട്, വെറും 8 ഉണ്ട് അല്ലെ? അതിൽ നമ്മൾ പോയിന്റിനെ ഒഴിവാക്കുക. പോയിന്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ആരേ ഉള്ളൂ? 2ഉം 7ഉം 8ഉം അല്ലേ ഉള്ളടാ, അല്ലേ? ഒഴിവാക്കിയിട്ടുള്ള പോയിന്റിനെ നമ്മൾ കൊണ്ടുവരണം, അത് മറക്കരുത് കേട്ടോ. 0 നമ്മൾ കൊണ്ടുവരണം, അത് വെറുതെ ഒരു ചൊറുക്കിന് വേണ്ടി നമ്മൾ ഇട്ടാ, അത് കൊണ്ടുവരുന്നു വേണ്ട. ഓക്കെ ഓക്കെ, ഇയാളെ നമ്മൾ ഇൻറ്റു ചെയ്യണം. ചെയ്തൂടെടാ, നോക്കടാ. 2 × 7 എന്ന് പറഞ്ഞാൽ എത്രയാ? 14 ആണ് അല്ലേ? ഇവിടെ എത്തിക്കഴിഞ്ഞു. നീ ഇയാളും കൂടെ ഉണ്ട്. 8 4 × 8 32, 1 × 8 8 8 + 3 എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ നമുക്ക് 112 എന്ന് കിട്ടും. ഓക്കെ, 0 കൊണ്ടുവരാനൊന്നുമില്ല, 0 ഇല്ല അവിടെ അല്ലേ? ഒരു കാര്യം കൂടി ഉണ്ട്, പോയിന്റിനെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, അതേപോലെ ആ പോയിന്റിനെയും നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. എടാ, ഇവിടെ എത്ര പ്ലേസ് കഴിഞ്ഞ അല്ലെങ്കിൽ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാ അവിടെ പോയിന്റ് ഉള്ളത്? 0.7 ആണ്. എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാണ് അവിടെ പോയിന്റ് ഉള്ളത്? ഒരു സ്ഥാനം കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് ഉള്ളൂ. അപ്പൊ നമ്മളുടെ ആൻസറിലും നമ്മൾ ഒരു സ്ഥാനം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോയിന്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അഗെയിൻ പ്ലസ്. റെഡിയാണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇയാളെ നമ്മൾ സ്ക്വയർ ചെയ്യണം. സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു തരാം. 0.7ന്റെ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. ഈ 0.7ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ മീനിങ്? അയാൾ 2 എണ്ണാണ് അല്ലേ? 0.7 × 0.7 അല്ലേ അയാളുടെ മീനിങ് എന്ന് പറയുന്നത്? പോയിന്റ് ഒഴിവാക്കുക. 7 × 7 എന്ന് പറഞ്ഞാൽ 49 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എടാ, ഇവിടെ എത്ര പ്ലേസ് ഉണ്ട്? ഒരു പ്ലേസ്. ഇവിടെ എത്ര പ്ലേസ് ഉണ്ട്? ഒരു പ്ലേസ്. ടോട്ടൽ എത്ര പ്ലേസ് ഉണ്ട്? 2 പ്ലേസ് ഉണ്ട്. അപ്പോ നമ്മളുടെ ആൻസറിലും 2 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. റെഡിയാണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇൻറ്റു വരുമ്പോഴേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ പ്ലസ് വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും അതേപോലെ മൈനസ് ചെയ്യാനൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചെറിയ ക്ലാസ്സുകൾ 6ാം ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങൾ, അതിലൊന്നും ടെൻഷൻ അടിക്കല്ല. ഇത് ചെയ്യാനും ഇതാണ് നമ്മളുടെ ആൻസർ. ഇനി ഇങ്ങനെയൊന്നും ചെയ്യാതെ എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു തരാം. എടാ, അവിടെ പോയിന്റ് ഉണ്ടല്ലോ, പോയിന്റ് അങ്ങോട്ട് ഒഴിവാക്കുക. പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ആരാ? 7 ഉള്ളൂ. 7ന്റെ സ്ക്വയർ എത്രയാ? 7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. ഇവിടെ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാ മക്കളെ പോയിന്റ്? ഒരു പ്ലേസ് കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് ഉള്ളൂ. അയാളെ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. 0നെ സ്ക്വയർ ചെയ്യുമ്പോൾ 2 എണ്ണം ആവുന്നത് പോലെ നമ്മൾ പോയിന്റിനെയും സ്ക്വയർ ചെയ്യുന്നു. ഇവരെ ഒരു പ്ലേസ് കഴിഞ്ഞിട്ടേ പോയിന്റ് ഉള്ളൂ. ആ പോയിന്റിന് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ 2 പ്ലേസ് ആയിട്ട് അത് മാറും. ഒരു പ്ലേസ്, രണ്ടാമത്തെ പ്ലേസ് പോയിന്റ് ഇട്ട് ഒരു ചൊറുക്കിനും വേണ്ടിയിട്ട് നമ്മൾ ആരും കൂടി ഇടും. പോയിന്റ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു 0 കൂടി നമ്മൾ ഇടും. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അഗെയിൻ ഈ 3 ചെങ്ങായിമാരെ നമ്മൾ എന്താ ഇനി ആഡ് ചെയ്യും. സിമ്പിൾ ആയിട്ട് നമുക്ക് ആഡ് ചെയ്തൂടെ? ആ ചെങ്ങായിമാരെ സൈഡിൽ ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്യാണ്. 64 പ്ലസ് 11.2 അഗെയിൻ 0.49. ഓക്കെ, നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ നമുക്കറിയാം, പ്രശ്നമൊന്നുമില്ല. 9 6.57 75.69 ഒരിക്കലും പറയരുത്. 75.69 പോയിന്റിന് ശേഷം ഡിജിറ്റുകൾ ഓരോന്നായിട്ട് പറയണം. 75.69. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കതിൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 10.1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അതേപോലെ നമുക്ക് ഓടി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 10.1ന് നമ്മൾ ഹോൾ സ്ക്വയർ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? നമ്മൾ 10 പ്ലസ് 0.1 ഒരു ചുരുക്കിന് വേണ്ടിയിട്ട് ആരും എഴുതും? 0 കൂടി ഹോൾ സ്ക്വയർ. 0 നമ്മൾ എന്താ
ഇടുന്നത്. അവിടെ പോയിന്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മക്കൾ ഇടുന്നത്. ഓക്കെ, റെഡി ആണോ? ഫസ്റ്റ് നമ്പർ 10 ആണ്. അയാളുടെ സ്ക്വയർ പ്ലസ് ഈ 3 ചങ്ങായിമാര് നമ്മൾ ഇൻറ്റു ചെയ്യും. 2 ഇൻറ്റു 0.1 ഇൻറ്റു 10 അഗെയിൻ പ്ലസ് രണ്ടാമത്തെ ചങ്ങായി അയാളുടെ സ്ക്വയർ. ഓക്കെ, റെഡി ആണോ? 10ന്റെ സ്ക്വയർ എന്ന് പറയാൻ സിമ്പിൾ ആയിട്ട് നമുക്ക് 100 ആണെന്ന് നമുക്കറിയാം. 10ന്റെ സ്ക്വയർ 100 ആണ് നമുക്കറിയാം. പ്ലസ് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെ പോയിന്റിനെ ഒഴിവാക്കുക. അവിടെ കുറച്ച് പ്രയാസം വരും. പോയിന്റിനെ ഒഴിവാക്കുക. ഓക്കെ, പോയിന്റിനെ ഒഴിവാക്കി. ഈ സീറോനെയും നമ്മൾ ഒഴിവാക്കി. ഈ സീറോനെ നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ചുരുക്കിന് വേണ്ടി ഇട്ട ആളാണ്, അതിലുള്ള ഒഴിവാക്കൊന്നും വേണ്ട. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ഇൻറ്റു ചെയ്യാം. 2 ഇൻറ്റു 1 2 തന്നെയാണ്. ആ 2 ഇൻറ്റു 1 2 തന്നെയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു സീറോനെ നമ്മൾ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, തിരിച്ചു കൊണ്ടുവരണ്ടേതാ, തിരിച്ചു കൊണ്ടുവന്നു. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇവിടെ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാ മക്കളെ പോയിന്റ് ഉള്ളത്? ഇവിടെ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാ? ഒരു പ്ലേസ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആൻസറിൽ എന്ത് വേണം? ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് വേണം. ദാ അവിടെ നിന്ന് വന്നു, പോയിന്റ് വന്നു. ആൻസർ 2 ആണ്. പ്ലസ് 0.1ന്റെ സ്ക്വയർ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാന്നൊക്കെ നമുക്കറിയാം. എങ്ങനെ വന്നതൊക്കെ നമുക്കറിയാം. 1ന്റെ സ്ക്വയർ പോയിന്റ് ഒഴിവാക്കുക. 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ് നമുക്കറിയാം. അതാ 0.1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.1 ഇൻറ്റു 0.1 ആണ് നമുക്കറിയാം. പ്രശ്നങ്ങളൊന്നുമില്ല. പോയിന്റ് നമ്മൾ ഒഴിവാക്കും, പോയിന്റ് ഒഴിവാക്കും. അപ്പൊ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞത് 1 തന്നെയാണ്. പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഒരു പ്ലേസ് ഉണ്ട്, ടോട്ടൽ 2 പ്ലേസ് ഉണ്ട്. അപ്പൊ ആൻസറിൽ നമുക്ക് 2 പ്ലേസിൽ പോയിന്റ് കൊടുക്കണം. പക്ഷെ ഇവിടെ 1 പ്ലേസേ ഉള്ളൂ അല്ലെ? അപ്പൊ 2 പ്ലേസ് ഉണ്ടാക്കണം. ഒരു പ്ലേസ് വന്നു. ഈ പ്ലേസിൽ ആരും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സീറോ പൊതുവെ ഇടും, സീറോ ഇടും. എന്താ, ഒരു പോയിന്റ് ഇടും അല്ലെ? എന്താ, 0.01 ആണ് ആൻസർ വരിക. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. കണ്ടോ, 1ന്റെ സ്ക്വയർ എത്രയാ? 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. പ്രശ്നങ്ങളൊന്നുമില്ല. 0.1 എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാ മക്കൾ ഇവിടെ പോയിന്റ് ഉള്ളത്? ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ് നിലവിൽ അവിടെ പോയിന്റ് ഉള്ളൂ. ആ പോയിന്റിന് നമ്മൾ സ്ക്വയർ ചെയ്യുന്നുണ്ട്. 1നെ സ്ക്വയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പോയിന്റിനെയും നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എത്രയാ? 2 പ്ലേസിൽ പോയിന്റ് വരും. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, സ്കോർ ചെയ്യും 2 പ്ലേസ്. നിലവിൽ ഇവിടെ ഒരു പ്ലേസേ ഉള്ളൂ. ഒരു പ്ലേസ് കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 0 ഇട്ട് കൊടുക്കും. ഒരു പ്ലേസ്, രണ്ടാമത്തെ പ്ലേസ് പോയിന്റ് ഇടുന്നു. ഒരു ചൊർക്കിന് വേണ്ടിയിട്ട് എന്താ, പോയിന്റ് ഉണ്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു 0 കൂടി നമ്മൾ അവിടെ ചെയ്യുന്നു. ഈ 3 ചെങ്ങായിമാരെ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ, 100 പ്ലസ് 2.0 പ്ലസ് 0.01 ഇതല്ലേ നമ്മളുടെ സാധനം. 102.01 എന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഡെസിമൽസ് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴും പ്ലസ് ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. പ്ലേസുകൾ മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. സിമ്പിളായിട്ട് നമ്മൾ 6ാം ക്ലാസ് മുതലേ ചെയ്തു വരുന്ന സാധനങ്ങളാണ്. ടെൻഷൻ അടിക്കാനൊന്നുമില്ല. റെഡിയാണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. നമുക്ക് പേജ് നമ്പർ 13 4ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതേപോലെ 12.5 ഹോൾ സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമുക്ക് തോന്നും ഈ സ്ക്വയർ എന്ന ചാപ്റ്റർ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണോ എന്നൊക്കെ തോന്നും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫുൾ A+ ഒക്കെ മേടിക്കാലോ എന്ന് നമുക്ക് തോന്നും. അടുത്ത ചാപ്റ്റർ അങ്ങോട്ട് വന്നോട്ടെ. അടുത്ത ചാപ്റ്റർ അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്താ, ചിലപ്പോൾ ഇറങ്ങി ഓടാനൊക്കെ തോന്നും. പക്ഷെ അതൊക്കെ വെറും തോന്നലാണ്. ആ തോന്നലും കൊണ്ടൊക്കെ അവിടെ ഇരുന്നാൽ മതി. ഒരു പ്രശ്നങ്ങളും നമ്മൾ സിമ്പിൾ ആയിട്ട് സെറ്റ് ആക്കി എടുത്തു തരും. റെഡി ആണോടാ? ശ്രദ്ധിച്ചോ, നമ്മൾ കാണാൻ പോകുന്നത് 12.5 ഹോൾ സ്ക്വയർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു നമ്പറിനെയും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കറിയാം. 12.5നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 12.5 ഹോൾ സ്ക്വയറിനെ 12 പ്ലസ് 0.5 ഹോൾ സ്ക്വയർ എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? പഴയ പരിപാടി ആരംഭിക്കും. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് ഈ 3 ചെങ്ങായിമാരെ നമ്മൾ ഇൻറ്റു ചെയ്യും. പ്ലസ് ഇൻറ്റു 12. റെഡിയാണോ? ഈ ഓരോന്നെടുത്ത് പറയുന്നില്ലല്ലോ, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ. എന്താ, സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ. ഓക്കെ, 12ന്റെ സ്ക്വയർ. അയ്യോടാ, 12ന്റെ സ്ക്വയർ എങ്ങനെയാ? ഇപ്പൊ നമ്മൾ 12ന്റെ സ്ക്വയർ ഒന്നെങ്കിൽ നമ്മൾ കാണാപാഠം പഠിക്കണം 12ന്റെ സ്ക്വയർ. അപ്പൊ അതിന് മീനിങ് എന്താ? നമ്മൾ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്മൾ എന്താ, കാണാതെ പഠിക്കണം എന്തായാലും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ്, ഇവിടെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ്, നമ്മൾ 12ന്റെ സ്ക്വയർ കാണാൻ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ 12ന്റെ സ്ക്വയർ നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ 12ന്റെ സ്ക്വയർ കാണുക. 12ന്റെ സ്ക്വയർ കണ്ടിട്ട് ഇവിടെ ആൻസർ എഴുതാം. അല്ലെങ്കിൽ
അറിയുമെങ്കിൽ 144 എഴുതുന്നതിനും പ്രശ്നമില്ല. ഒരിക്കലും മക്കളെ 12 × 12 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെയ്തിട്ട് 144 എന്ന് എഴുതിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് എഴുതരുത്, മാർക്ക് തരൂല. ഒരു സംശയമല്ല, അക്കാര്യത്തിൽ മാർക്ക് തരൂല. അതിനല്ല നമ്മൾ എന്താ സ്ക്വയർ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ മെത്തേഡ് തന്നെ നമ്മൾ എന്താ ചെയ്യണം. സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡുകളാണ്. നമ്മൾ എന്താ 12ന്റെ സ്ക്വയർ സൈഡിൽ പോയിട്ട് നമ്മൾ കാണും. 12ന്റെ സ്ക്വയർ കാണാൻ നമുക്കറിയാം. 12നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 10 + 2 ഹോൾ സ്ക്വയർ എന്ന് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോൾ 10 സ്ക്വയർ പ്ലസ് 2 × 10 നമ്മൾ ചെയ്യും, പ്ലസ് 2ന്റെ സ്ക്വയർ. 10ന്റെ സ്ക്വയർ എത്രയാ? 100 ആണ്. പ്ലസ് 2 × 2 4 ആണ്. 4 × 10 40 ആണ്. പ്ലസ് 2ന്റെ സ്ക്വയർ എത്രയാ? 4 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഇയാള് 3 ആൾക്കാർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 144 എന്ന് കിട്ടും. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ ഇവിടെ കൊടുന്ന് എഴുതിക്കൊണ്ടു. ഓക്കെ, പ്ലസ് ബാക്കി നമ്മൾ ചെയ്യാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഒഴിവാക്കും, കൊണ്ടുവരണം. ഓക്കെ, പോയിന്റ് ഒഴിവാക്കും. 2 × 5 പറയുന്നത് 10 ആണ്. 10 × 12 എത്രയാ? 10 × 12 എത്രയാ? 120 അല്ലേ? നമുക്ക് ഇവിടെ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാ? ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഒരു സൈഡിൽ പോയിട്ട് ഇൻറ്റു ചെയ്തിട്ട് ഇവിടെ കൊടുക്കുന്ന ആൻസർ എഴുതാം അല്ലെ? ഇവിടെ എത്ര പ്ലേസ് കഴിഞ്ഞിട്ടാ മക്കളെ പോയിന്റ് ഉള്ളത്? ഒരു പ്ലേസ് അല്ലേ? അപ്പൊ ആൻസറിൽ നമ്മൾ എന്താ ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. പ്ലസ് ഇവിടെ എങ്ങനെ ചെയ്യും? ആദ്യം എന്താ പോയിന്റ് ഒഴിവാക്കും. 5ന്റെ സ്ക്വയർ 25. 5ന്റെ സ്ക്വയർ 25. ഓക്കെ, പോയിന്റിനെയും നമ്മൾ ഇവിടെ സ്ക്വയർ ചെയ്യുന്നുണ്ട്. പോയിന്റിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നിലവിൽ ഇവിടെ ഒരു പ്ലേസേ ഉള്ളൂ. പോയിന്റിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 2 പ്ലേസ് ആയിട്ട് മാറും. 1 2 പോയിന്റ് ഇട്ട് ഒരു ചൊറുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പൂജിട്ടു. റെഡി ആണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഈ 3 ചങ്ങായിമാരെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഒരു സൈഡിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. 144 പ്ലസ് 12.0 പ്ലസ് 0.25 ആഡ് ചെയ്യുന്നു. 5 2.651 156.25 എന്ന് പറയരുത്, 25 എന്നേ പറയാൻ പാടുള്ളൂ. റെഡിയാണോ? നമുക്ക് അടുത്തൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഏതാ? 50.7ന്റെ സ്ക്വയറും കൂടി നമ്മൾ കാണണം. 50.7 ഹോൾ സ്ക്വയർ. 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാൻ സിമ്പിൾ മെത്തേഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം. ഓക്കെ, അതൊക്കെ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, 50.7ന്റെ സ്ക്വയർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തും 50 + 0.7 എന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഒരു ചൊറുക്കിന് വേണ്ടിയിട്ട് ഇവിടെ 0 ഇട്ട് കൊടുക്കും, 0 ഇട്ട് കൊടുക്കും. ഇയാളുടെ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഓക്കെ, ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 2 × 0.7 × 50 പ്ലസ് രണ്ടാമത്തെ ചങ്ങായി അയാളുടെ സ്ക്വയർ. ഓക്കെ ആണോടാ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, 15ന്റെ സ്ക്വയർ നമുക്കറിയാം 225 ആണെന്ന് നമുക്കറിയാം. 225 ആണെന്ന് നമുക്കറിയാം. ഇനി അത് അറിയൂലെങ്കിൽ ഒരു സൈഡില് 15ന്റെ സ്ക്വയർ കണ്ടിട്ട് ആൻസർ വന്ന് എഴുതണം. 15ന്റെ സ്ക്വയർ നമ്മൾ കാണുന്നു. 10 + 5 ഹോൾ സ്ക്വയർ ആക്കി സ്പ്ലിറ്റ് ചെയ്തു. എന്താ? 10 സ്ക്വയർ പ്ലസ് 2 × 5 × 10 അല്ലെ? പ്ലസ് 5ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ ഏത് നമ്പേഴ്സിന്റെയും ഡെസിമൽ ഇല്ലാത്ത ഏത് നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. 10ന്റെ സ്ക്വയർ എത്രയാ? 100 ആണ്. പ്ലസ് 2 × 5 10 ആണ്. 10 × 10 200 ആണ്. പ്ലസ് സോറി മക്കളെ, 2 × 5 10 ആണ്. 10 × 10 എന്ന് പറയുന്നത് 100 ആണ്. പ്ലസ് 5ന്റെ സ്ക്വയർ 25 ആണ്. ഇതൊക്കെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 225 എന്ന് കിട്ടും. ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടെ കൊണ്ടുവന്ന് എഴുതിക്കൊണ്ടു. നമ്മൾ വേറൊരു രീതിയും കൂടി 5ന്റെ സ്ക്വയറുകൾക്ക് പറഞ്ഞായിരുന്നു. എന്താ? 5ന്റെ സ്ക്വയർ എത്രയാ? 25. അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 1 ഉണ്ട് ഇവിടെ. 1 കഴിഞ്ഞാൽ ആരെ വരിക? 2 വരും. ആ വരാൻ പോണ 2 ഈ 1ഉം ഇൻറ്റു ചെയ്യാം. 1 × 2 2. ഇതാണ് 2. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലസ് ഇവിടെ നമുക്ക് ഇൻറ്റു ചെയ്യണം. കുറച്ച് പ്രയാസമായിരിക്കും ചിലപ്പോൾ അവിടെ ഇൻറ്റു ചെയ്യാൻ. അപ്പൊ നമ്മൾ സൈഡിൽ പോയിട്ട് പോലെ ഇൻറ്റു ചെയ്ത് വരും അല്ലെ? സൈഡിൽ പോയിട്ട് പോലെ ഇൻറ്റു ചെയ്തു. 2 പോയിന്റ് ആദ്യം നമ്മൾ ഒഴിവാക്കുന്നത്. പോയിന്റ് ആദ്യം നമ്മൾ ഒഴിവാക്കണം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പോയിന്റ് ആദ്യം നമ്മൾ ഒഴിവാക്കണം. അപ്പൊ 2 × 7 14 × 15 ഉണ്ട് അല്ലേ? × 15. 4 × 5 എത്രയാണ് മക്കളെ? 20 ആണ്. 20. 1 × 5 5 + 2
7 1 into 4 4 1 into 1 1 അപ്പോൾ 0 11 അപ്പോൾ 210 എന്ന് കിട്ടും. നമ്മൾ ആൻസർ അവിടെ കഴിഞ്ഞു. ആൻസർ തീരുന്നില്ല. ഒഴിവാക്കിയിട്ടുള്ള പോയിന്റിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് പ്ലസ്. റെഡിയാണോ? ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യും? 0.7ന്റെ ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്യണം. ആദ്യം 7ന്റെ സ്ക്വയർ നമ്മൾ ചെയ്യും. 7ന്റെ സ്ക്വയർ 49 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പോയിന്റിനെയും നമ്മൾ സ്ക്വയർ ചെയ്യും. ഇവിടെ ഒരു പ്ലേസ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വരുന്നത്. പോയിന്റിനെ സ്ക്വയർ ചെയ്യുമ്പോൾ അത് 2 പ്ലേസ് ആയിട്ട് മാറും. ഒരു പ്ലേസ്, രണ്ടാമത്തെ പ്ലേസ് പോയിന്റ് ഇടുന്നു. ഒരു ചൊറുക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ 0 ഇട്ട് കൊടുക്കും. ഈ 3 ചെങ്ങായിമാര് നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ ഒരു സൈഡിൽ 225 പ്ലസ് 21.0 പ്ലസ് 0.49. ഓക്കെ, 94.642 246.49 എന്ന് ആൻസർ നമുക്ക് കിട്ടും. നമ്മളുടെ 13ാമത്തെ പേജിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഒന്നാമത്തെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. 2.3 ഹോൾ സ്ക്വയർ നമുക്ക് കാണാനുണ്ട്. ഇത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കമന്റ് ആയിട്ട് നിങ്ങൾ എന്താ രേഖപ്പെടുത്തണം. നമ്മളുടെ സ്ക്വയർ പറഞ്ഞ ചാപ്റ്റർ വളരെ മനോഹരമായിട്ട് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള 2 ചാപ്റ്റർ ക്ലാസ് കൊണ്ട് തീരാവുന്ന ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. സിമ്പിൾ അല്ലടാ, വളരെ സിമ്പിളാണ്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ എന്താ സ്വയം ചെയ്ത് പഠിക്കണം. അപ്പോഴേ നമ്മളൊരു ലെവലിൽ നമ്മൾ എത്തുള്ളൂ. ഇത് മാത്രമല്ല, കുറേ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആൻസർ കാണണം. കിട്ടിയുള്ള ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. ശരി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. റെഡിയാണോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്തൊരു ചാപ്റ്റർ ഉണ്ട്, ഈക്വൽ ട്രയാങ്കിൾസ് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ അധികം വൈകാതെ നമുക്ക് ആ ചാപ്റ്റർ നമുക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേടാ, സെറ്റ് അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ.